ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ ഫീൽ ദ ടേസ്റ്റ് ഓഫ് ഡിഫറൻസ്. അപ്പോൾ ഇന്നും എന്നത്തെ പോലെ തന്നെ ഒരു കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ കറി കുടുതക്കറിയാണ്. അപ്പോൾ കുടുത നമ്മൾ നല്ല ഫ്രഷ് കുടുതയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് നന്നാക്കിയിട്ട് കുറച്ച് വിനാഗിരിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നല്ലൊരു പൂക്കളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ പൂക്കളെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് കറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളകും ഇഞ്ചി തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഉള്ളി സവാള ഒന്നും ചേർത്തിട്ടില്ല. പച്ചമുളക്, തക്കാളി, ഇഞ്ചി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളകും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മല്ലിപ്പൊടിയും കുരുമുളകും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാ മീൻകറികളും അടുപ്പിൽ തന്നെയാണ് വെക്കാൻ ശ്രമിക്കാറ്. കുടുത എന്നും പറയുന്ന പോലെ തന്നെ കുറച്ച് വേവുള്ള മീനാണല്ലോ, അപ്പോൾ ടൈം എടുത്ത് വെന്ത് കിട്ടണം. അപ്പോൾ നമുക്ക് എപ്പോഴും അടുപ്പിൽ തന്നെ ചെറിയ തീയിൽ വേവിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള കുടുത ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള മീനുകളെല്ലാം തന്നെ ഞാൻ വിനാഗിരിയും ഉപ്പിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷമാണ് കഴുകിയെടുക്കാറ്. അപ്പോൾ അത് കുറച്ചും കൂടി നല്ല ടേസ്റ്റിലും അതുപോലെ തന്നെ അതിൻ്റെ അഴുക്കുകളൊക്കെ പോയി കിട്ടും. ഇനി ഇത് വേണ്ടി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ചെറുതീയിൽ തന്നെ ഇരുന്ന് നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചേരുവ ചേർത്ത് നല്ല രുചിയോടുകൂടി തന്നെയാണ് ഈ മീൻകറി ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം.